10th ലെവൽ പ്രിലിംസിൻ്റെ മിനി മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് 6 മാർക്കാണ് കേട്ടോ. അപ്പോൾ 6 മാർക്ക് വാങ്ങിച്ചവരെല്ലാം ഇതിൽ പാസ്സാവുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസമായി ആചരിച്ച ദിനം ഏതാണെന്നാണ് ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസമായി ആചരിച്ചത് ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, പെട്ടെന്ന് ശരി ഉത്തരം ഒന്ന് മാർക്ക് ചെയ്തേ. ശരി ഉത്തരം നിങ്ങൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2021 ഒക്ടോബർ 1 അപ്പോൾ 2021 ഒക്ടോബർ 1 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പെൻഷൻ സിസ്റ്റം ദിവസമായി ആചരിക്കുന്നതെന്നാണ്. 2021 ഒക്ടോബർ 1 അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2021 ഒക്ടോബറിൽ കാരവാൻ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? 2021 ഒക്ടോബറിൽ കാരവാൻ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. കാരവാൻ ടൂറിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് ഏത് സംസ്ഥാനത്തെ തന്നെയാണ്? ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ 2021 ഒക്ടോബറിൽ കാരവാൻ ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2021 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലെ 2021 ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നാണ് നമ്മുടെ ചോദ്യം. എത്രാമതാണ്? 71 കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 71 സ്ഥാനമാണ്. അപ്പോൾ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൻ്റെ 2021 ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 71 സ്ഥാനമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2021 ലോക ജലദിനത്തിൽ മഴവെള്ള ശേഖരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തുടക്കം കുറിച്ച ക്യാമ്പയിൻ്റെ പേര്. അപ്പോൾ 2021 ലോക ജലദിനത്തിൽ മഴവെള്ളം ശേഖരണത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താണെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. പെട്ടെന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്ത് 4 ഓപ്ഷൻസ് ചെയ്യുന്നു. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവെള്ളം സംഭരിക്കുന്നതിനല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മഴയെ ക്യാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ക്യാച്ച് ദ റെയിൻ എന്നാണ്, തെറ്റിക്കരുത്. ക്യാച്ച് ദ റെയിൻ എന്നാണ് ആ ഒരു ക്യാമ്പയിൻ്റെ പേര്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനാണ് നരേന്ദ്രമോദി 2021 ലോക ജലദിനത്തോടനുബന്ധിച്ചുകൊണ്ട് പുറത്തിറക്കിയ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി എനിക്ക് പറയേണ്ടത് അൺഅക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നിലവിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സും വളരെ മികച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരംഭം എന്ന പേരിലുള്ള 55 ദിവസത്തേക്കുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതിലേക്ക് ഞാനും നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള SCRT മൊത്തം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലേക്കുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഉയരെ എന്ന് പറയുന്ന ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ KS എക്സാമിൻ്റെ ആണ് കേട്ടോ, ഉയരെ. അപ്പോൾ ഇതിലും ഒരുപാട് ആൾക്കാർ, ഇത് പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചാണ്. തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിവറേജസ് LD ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിവ്കോ LD എക്സാമിലേക്കുള്ള ജേതാവ് എന്ന പേരിലുള്ള 100 ദിവസത്തെ കോഴ്സ് അവൈലബിൾ ആണ്. അറിവ് എന്ന പേരിലുള്ള 120 ദിവസത്തെ കോഴ്സ്, അത് കേരള SCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ പ്ലസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അൺഅക്കാഡമിയിൽ കൊടുക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ലഭിക്കാനായിട്ട് HPL10 എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾ അൺഅക്കാഡമിയുടെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 29% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ പ്ലാൻസ്. ഇതൊക്കെയാണ് കണ്ടല്ലോ. നിങ്ങൾക്ക്
എൻ്റെ ഈ ഒരു കോഡ് HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഒരു കുറവിനകത്ത് നിങ്ങൾക്ക് അൺഅക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക, അൺഅക്കാഡമി മെമ്പർ ആവുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പേര് എന്ന് ഹരിശങ്കർ PL എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അൺഅക്കാഡമിയിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഹരിശങ്കർ PL എന്ന് സെർച്ച് ചെയ്ത ശേഷം പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അൺഅക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കടുത്ത് 5ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? എയ്ഡ്സിൻ്റെ ബോധവൽക്കരണത്തിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. പെട്ടെന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്തേ. നമുക്കിത് അറിയാനുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലേ, ആയുർദളമാണ് കേട്ടോ. അപ്പോൾ ആയുർദളം എന്ന് പറയുന്ന പ്രോഗ്രാമാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആയുർദളമാണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് ഇറക്കാം. 2021 കേരളത്തിലെ ഏത് ഔദ്യോഗിക പദവിയിലാണ് തപൻ രായ ഗുരു നിയമിതനായത്? അപ്പോൾ 2021 ഏതോ ഒരു പദവിയിലാണ് ആര് അപ്പോയിൻറ്റ് ചെയ്തത്? നമ്മുടെ തപൻ രായ ഗുരുവിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് പദവിയിലേക്കാണ് നമ്മുടെ തപൻ രായ ഗുരുവിനെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. പെട്ടെന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്തേ. ഓക്കെ, ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആണ് കേട്ടോ. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആണ് ആര്? നമ്മുടെ തപൻ രായ ഗുരു. 2021 ഒക്ടോബറിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ തപൻ രായ ഗുരു. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കടുത്ത് 7ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഉയ്യലവാട നരസിംഹറെഡ്ഡി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഉയലവാട നരസിംഹറെഡ്ഡി വിമാനത്താവളം. ഉയലവാട നരസിംഹറെഡ്ഡി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിമാനത്താവളം ഏതാണെന്ന് മനസ്സിലാവും അല്ലേ, ഏത് സംസ്ഥാനത്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉയലവാട നരസിംഹറെഡ്ഡി വിമാനത്താവളം ഏത് സംസ്ഥാനത്ത് ആണെന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് ഉയലവാട നരസിംഹറെഡ്ഡി വിമാനത്താവളം ആരംഭിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. അയൽ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ നൽകുന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ്? അയൽ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ നൽകുന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഓക്കെ, ശരി ഉത്തരം നിങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്, വാക്സിൻ മൈത്രിയാണല്ലേ. അപ്പോൾ അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ്? വാക്സിൻ മൈത്രി. അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്ന ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ്? വാക്സിൻ മൈത്രിയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയല്ലാത്ത ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് നമ്മുടെ ചോദ്യം കേട്ടോ. 1ാമത്തെ ജോഡി വായിച്ചേ. കുടുംബശ്രീ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് തെളിമ എന്നാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് കേരളശ്രീ. ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, ശരിയല്ലാത്ത ജോഡിയാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് തെളിമ എന്ന് പറയുന്നു. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് കേരളശ്രീ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾക്ക് ഇരുവശവും തണൽ മരം വച്ചു പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഹരിതശ്രീ എന്ന് പറയുന്നുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടുള്ള വനവൽക്കരണ പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് തെറ്റായ ഓപ്ഷൻ എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പെട്ടെന്ന് തെറ്റായ ഓപ്ഷൻ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. കണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാര്യം എ എന്ന് പറയുന്നത് തന്നിട്ടുള്ളവയെല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഈ 2, 3 തെറ്റാണെന്ന് പറയുന്നുണ്ട്. 3, 4 തെറ്റാണെന്ന് പറയുന്നുണ്ട്. 1, 4 തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. 1ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. 1ാമത്തെ ഓപ്ഷൻ കുടുംബശ്രീ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് തെളിമാന്ന് തന്നെയാണ്. അത് ശരി ഉത്തരം തന്നെയാണ്. 2ാമത്തെ പ്രോഗ്രാമിൻ്റെ പേരും ശരിയാണ്. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ പദ്ധതിയുടെ പേരാണെന്ത്? കേരളശ്രീ. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ പദ്ധതിയുടെ പേരെന്താണ്? തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണ് കേരളശ്രീ. കുടുംബശ്രീയുടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരാണ് തെളിമ എന്ന് പറയുന്നത് ശരി ഉത്തരം തന്നെയാണ്. അതിനകത്ത് വരുന്ന ഓപ്ഷൻ 3ഉം 4ഉമാണ് ഇതിനകത്ത് തെറ്റുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 തെറ്റാണ്, ഓപ്ഷൻ 4ഉം തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട
ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സിക്കകത്താണ് 3ഉം 4ഉം തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 10ാമത്തെ ചോദ്യം എന്താണ്? 2021 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. ഓക്കെ, 1ാമത്തെ പ്രസ്താവന നോക്കിയേ. ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം രാജസ്ഥാൻ റോയൽസ് ആണെന്ന് പറയുന്നുണ്ട്. 2ാമത്തെ പ്രസ്താവന എന്താണ്? പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ് ആണെന്ന് പറയുന്നുണ്ട്. 3ാമത്തെ പ്രസ്താവന ഏറ്റവും മൂല്യമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹർഷൽ പാട്ടേൽ ആണെന്ന് പറയുന്നുണ്ട്. 4ാമത്തെ എന്താണ്? 4ാമത്തെ പറയുന്നത് എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയ താരം ദേവദത്ത് പടിക്കലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കിതിൽ ശരിയായ പ്രസ്താവനകൾ നോക്കാം. 1ാമത്തെ ഓപ്ഷൻ ശരി തന്നെയാണ്. നമ്മുടെ ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം ഏത് തന്നെയാണ്? നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫെയർ പ്ലേ പുരസ്കാരം നേടുന്നത് രാജസ്ഥാൻ റോയൽസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് തെറ്റായ ഓപ്ഷൻ ഏതാണ്? അടുത്ത തെറ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയത് ദേവദത്ത് പടിക്കലാണെന്ന് പറയുന്നത് തെറ്റായ ഓപ്ഷനാണ്. എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടുന്നത് ദേവദത്ത് പടിക്കലല്ല ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ ഓപ്ഷൻ 2ഉം തെറ്റാണ്. IPL കിരീടം 2021 നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണോ? അല്ല, ചെന്നൈ സൂപ്പർ കിങ്സ് ആണല്ലേ. അപ്പോൾ IPL കിരീടം 2021 നേടിയത് ആരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഫെയർ പ്ലേ പുരസ്കാരം നേടിയത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. 3ാമത്തെ ഓപ്ഷൻ ശരി തന്നെയാണ്. കാരണം ഏറ്റവും മൂല്യമേറിയ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഹർഷൽ പാട്ടേൽ തന്നെയാണ്. ഏറ്റവും മൂല്യമേറിയ താരം ഹർഷൽ പാട്ടേലാണ്. ഫെയർ പ്ലേ പുരസ്കാരം നേടിയത് രാജസ്ഥാൻ റോയൽസ് ടീമാണെന്ന് പറയാം. അതുപോലെ തന്നെ 2021 IPL കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സും വീഡിയോയൊക്കെ ഫലപ്രദമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അൺഅക്കാഡമിയിലെ സബ്സ്ക്രിപ്ഷൻ റേറ്റുകൾ 1-ാം തീയതി മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ 2% കൂടെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ ഇന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻസ് ആരെങ്കിലും എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ HPL10 എന്നാണ്. HPL10 അതാണ് എൻ്റെ കോഡിൻ്റെ പേര്. HPL10 എന്ന് പറയുന്ന ഈ ഒരു വൗച്ചർ കോഡ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെയുള്ള ഫീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.